gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ പറയാൻ ദീർഘിപ്പിക്കുന്നത് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് കിടക്കാല്ലേ. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഐഫോൺ 18 പ്രോവും 18 പ്രോ മാക്സിൻ്റെയും ഡൈനാമിക് ഐലൻഡിൻ്റെ കട്ടൗട്ട് കുറച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. കഴിഞ്ഞ വർഷത്തെ 17 പ്രോവും പ്രോ മാക്സിൻ്റെ ഡൈനാമിക് ഐലൻഡിനെക്കാട്ടിയും കുറച്ചിട്ടാണ് ഇപ്രാവശ്യം 18 പ്രോവും 18 പ്രോ മാക്സിൻ്റെ ഡൈനാമിക് ഐലൻഡ് വരാൻ പോകുന്നത്. അതിൻ്റെ റെൻഡർ ഞാൻ ഇതിലിടാം. സ്ക്രീൻ പ്രൊട്ടക്ടറും വന്നിട്ടുണ്ട്, അതിൻ്റെ റെൻഡറും ഞാൻ ഇട്ടിടാം ഇതിൽ. അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി എസ് സീരീസ്, S25 സീരീസ്, S24 സീരീസ്, S23 സീരീസ്, S22 സീരീസിന് One UIൻ്റെ അപ്ഡേറ്റിൽ ഇനി നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ഫങ്ഷനാലിറ്റി വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ തീർച്ചയായിട്ടും One UI 8.5ലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പ് ഫങ്ഷനാലിറ്റി സാംസങ്ങിൻ്റെ ഗാലക്സി എസ് സീരീസിലും അപ്ഡേറ്റ് കിട്ടുന്നതാണ്. ഗൂഗിൾ പിക്സലിൻ്റെ 11 പ്രോവും പ്രോ മാക്സിൻ്റെ CAD വന്നിട്ടുണ്ട്, റെൻഡർ വന്നിട്ടുണ്ട്, പോയിട്ട് കാണാം. കുറച്ചും കൂടെ ഷേപ്പൊക്കെ അവർ മിനിമലിസ്റ്റിക് ആക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇത് ടെൻസറിൻ്റെ G6 എന്ന് പറഞ്ഞ ചിപ്സെറ്റൊക്കെ വെച്ചിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ CAD ഞാൻ ഇതിലിടാം, പോയിട്ട് കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. വിവോൻ്റെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ മാസമാണ് ലോഞ്ചിങ്, April 3 അതിൻ്റെ ലോഞ്ചിങ്. വിവോൻ്റെ X300S എന്ന് പറയുന്ന മോഡലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 6.7 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീന്, 144 Hz റിഫ്രഷ് റേറ്റ്, 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ LPDDR5X റാം, UFS 4.1 ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ബൈപ്പാസ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ വർക്ക് ചെയ്യും. പിന്നെ 90 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ മെഗാ പിക്സൽസ് ഒക്കെ വരുന്നത് 200 മെഗാ പിക്സലിൻ്റെ റെയർ ക്യാമറയും, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും, പിന്നെ 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പിക് ക്യാമറ വെച്ചിട്ടാണ് ഈ ഒരു ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതും പോരാണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിവോൻ്റെ ലെൻസ് വരെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതും പോരാണ്ട് വിവോ സ്വന്തമായിട്ട് 2 പുതിയ ലെൻസുകളും അപ്ഡേറ്റുകളും കൊണ്ടുവരാനും പോകുന്നുണ്ട്. അത് ഈ മാർക്കറ്റിൽ ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏത് UAE മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും. ചൈനയിൽ ഓൾറെഡി ഈ ലെൻസുകളൊക്കെ അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ഫോണും കൂടിയാണ്. ഇത് April 3 വിവോൻ്റെ ഈ X300S എന്ന് പറയുന്ന ഈ ഒരു ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതും. അതും 144 Hz LTPO ഡിസ്പ്ലേയിലാണ് ഇറങ്ങുന്നത്. ഇത് ഫസ്റ്റ് ചൈനയിൽ ഇറങ്ങും. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ മാർക്കറ്റിലും മിഡിൽ ഈസ്റ്റിൽ വേഗം ഇറക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിവോക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഹോണറിൻ്റെ X80i എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ചൈനയിലാണ് അതിൻ്റെ ലോഞ്ചിങ്. ഇതൊരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടെ. ഡിമെൻസിറ്റി 6500, മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 6500 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 6.6 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീൻ, 120 Hz റിഫ്രഷ് റേറ്റ്, 45 വാട്ട്സ് ചാർജർ, 512 GB സ്റ്റോറേജ്, 12 GB റാം, LPDDR4X അല്ലെങ്കിൽ 5X റാം വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നതെന്നാണ് പറയണത്. അപ്പോൾ ഇത് വൈസ് വെർസ ഏതാണെങ്കിലും ഇറ്റ്സ് അപ് ടു യു. പിന്നെ UFS 3.1 അല്ലെങ്കിൽ 2.2 ആയിരിക്കും. അതും കാര്യങ്ങളൊന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ യുവാനിലാണ് റേറ്റ്. അപ്പോൾ ഞാൻ യുവാനിൽ നിന്ന് ഞാനത് ഡോളറിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം, പ്രൈസും കാര്യങ്ങളും എന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മേടിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം അടിയിൽ. പിന്നെ ഞാൻ അടുത്തൊരു സെഗ്മെൻറ്റിൽ വേറൊരു സെഗ്മെൻറ്റ് അടുത്ത വീഡിയോകളിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അതിൻ്റെ മുന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ
ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൊടുക്കുക, പിന്നെ ഒന്ന് കമൻറ്റും ചെയ്യുക. റെഡ്മിയുടെ നോട്ട് 15 സ്പെഷ്യൽ എഡിഷന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. സ്പെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗന്റെ 6 Gen 3 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി അത് 6 Gen 3 ചിപ്സെറ്റ് ആയിരുന്നു, എന്നാൽ ഇപ്രാവശ്യം അതും 6 Gen 3 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, പിന്നെ 6.7 ഇഞ്ചിന്റെ AMOLED സ്ക്രീൻ, ഫുൾ HD+ റെസൊല്യൂഷൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇത് LPDDR4Xന്റെ റാം, UFS 2.2 സിസ്റ്റം, 45 വാട്ട്സിന്റെ ചാർജറൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ, കവർ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, പിന്നെ പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഏതൊക്കെ സ്റ്റോറേജ്, ഏതൊക്കെ പ്രൈസ് കാര്യങ്ങൾ ഞാനൊക്കെ അത് അടിയിൽ മെൻഷൻ ചെയ്യാം. ഡോളറിലും മെൻഷൻ ചെയ്യാം, അതേപോലെ ഇന്ത്യൻ കറൻസിയിലും ഞാൻ അതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഓടിപ്പോയിട്ട് മേടിക്കുക. അത്രേ ഉള്ളൂ പറയാനുള്ളത്. സാംസങ്ങിൻ്റെ ഒരു വേട്ടാവളിയൻ ഫോണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഗാലക്സി S26 FE എന്ന് പറയുന്ന ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു വേട്ടാവളിയൻ ഫോണും കൂടെയാണ് പറയാനുള്ളത്. ഇത് എക്സിനോസിൻ്റെ 2500 എന്ന് പറയുന്ന പഴയ ചിപ്സെറ്റ്, ഗാലക്സി S25 FEൻ്റെ അതേ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും 8GB റാം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. എന്ത് കണ്ടിട്ടാണാവോ സാംസങ് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആൾക്കാരെ പറ്റിക്കാനായിട്ടുള്ളൊരു ബ്രാൻഡ്, കാര്യമായിട്ടും നല്ല രീതിയിൽ പറ്റിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ പറയില്ല നിങ്ങളോട് S26 FE എടുക്കാൻ, ഞാൻ തീരെ പറയില്ല, കാര്യമായിട്ടാണ് പറഞ്ഞത്. അതിനേക്കാളും ബെറ്ററാണ് S26 അല്ലെങ്കിൽ S26+ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ലൈക്ക് ചെയ്യാം. ഒരു പക്കാ വേട്ടാവളിയ ഫോണ്, ഒന്നും പറയാനില്ല. മോശം, വളരെ മോശം. തിയാൻമ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ഡിസ്പ്ലേ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡിസ്പ്ലേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേയിൽ നമുക്ക് 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേയും കൂടെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം കൂടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് 240 ഹെർട്സ് റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടാണ് ആ ഡിസ്പ്ലേ വരാനും പോകുന്നത്. അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തിയാൻമ ഇപ്പോൾ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. ഈ 240 ഹെർട്സ് റിഫ്രഷ് റേറ്റും ഈ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ പാനൽ ഡിസ്പ്ലേ ആദ്യം ടൈപ്പ് ചെയ്തത് ആരുടെ അടുത്താണെന്ന് അറിയോ? ഓപ്പോൻ്റെ അടുത്ത്. ലോങ് ടൈം എഗ്രിമെൻ്റ് ആണ് നടത്തിയത്. അപ്പോൾ ഓപ്പോൻ്റെ ഫസ്റ്റ് ഫോണിലായിരിക്കില്ല ഈ തിയാൻമയുടെ ഡിസ്പ്ലേ വരാൻ പോകുന്നത്. അതിന് പകരം OnePlusൻ്റെ 16 എന്ന് പറയുന്ന ഫോണിനായിരിക്കും ഈ 240 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വെച്ചിട്ടുള്ള ഈ പാനൽ കൊണ്ടുവരാൻ പോകുന്നത്. എന്താ അപ്ഡേറ്റ് കേട്ടിട്ട് ഒരു കുളിർമ എനിക്ക് തോന്നണം. ഈ ഐക്യൂൻ്റെ 16 ഈ വർഷം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നതെന്നാണ് പറയണത്. പിന്നെ സ്നാപ്ഡ്രാഗന്റെ 80 ലൈറ്റ് Gen 6 എന്ന് പറഞ്ഞ ചിപ്സെറ്റും വെച്ചിട്ട് ഇറങ്ങും. ക്ലോക്കിംഗ് സ്പീഡും കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു ഹൈ എൻഡ് സീരീസ് ഫോണും കൂടിയാണ്. പിന്നെ 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ആദ്യമായിട്ടാണ് ഒരു മൊബൈൽ കമ്പനി 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേയുമായിട്ട് ഇറങ്ങുന്നത്, അതും സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്നില്ലെങ്കിൽ ഈ ഫോണിന് 165 ഹെർട്സ് റിഫ്രഷ് റേറ്റോ അല്ലെങ്കിൽ 185 ഹെർട്സ് റിഫ്രഷ് റേറ്റോ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ സോഴ്സുകൾ ഞാനിതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വേറെ ലെവൽ ഫോൺ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇൻഫിനിക്സിൻ്റെ പുതിയൊരു സ്മാർട്ട് ഫോണ് ഇതാ ഈ വർഷം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ GT50 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതും ഡിമെൻസിറ്റിൻ്റെ 8400 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. UFS ആണെങ്കിൽ 4.0, LPDDR5X റാം, പിന്നെ 6.7 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ, 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, അതും LTPO ഡിസ്പ്ലേ ആണ്. അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റും കൂടിയാണ്. 45 വാട്ട്സിൻ്റെ ചാർജർ, 30 വാട്ട്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതും പോരാണ്ട് റിവേഴ്സ് വയർലെസ് ചാർജറും ഇതിൽ വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് സ്പെക്ക്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഞാൻ ലാസ്റ്റിലേക്ക് ഞാൻ പറയാം. ഓക്കെ, അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബിൽറ്റ് ഇൻ ഹൈഡ്രോ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് റെഡ് മാജിക് 11 എങ്ങനെയാണോ
അതേപോലത്തെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം നമുക്ക് ബാക്ക് പാനലിൽ നമുക്ക് കാണാനും പറ്റും. ലാസ്റ്റ് പറയാൻ പോകുന്ന അപ്ഡേറ്റ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. ഇത് ഈ ഫോണിൽ റിയൽമി അല്ല, ഇൻഫിനിക്സിൻ്റെ GT50 പ്രോയില് മാക്സേഫിൻ്റെ കൂളർ ചാർജർ 2.0 ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിലും നമുക്ക് വേൾഡിലെ ഫസ്റ്റ് ബൈപ്പാസ് ചാർജിങ് വെച്ചിട്ട് ഗെയിം കളിക്കാൻ പറ്റും എന്നാണ് പറയണത്. ഓപ്പോൻ്റെ സാധനത്തിൽ നിങ്ങൾക്കൊരു കൂളിംഗ് ഫാൻ ഉണ്ട്, മാക്സേഫിൽ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്, പക്ഷെ അതിൽ ബൈപ്പാസ് ചാർജിങ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇൻഫിനിക്സിൻ്റെ ഈ GT50 പ്രോയില് കൂളിംഗ് സിസ്റ്റം ഉണ്ട്, ഫാനും വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അതും പോരാണ്ട് നമുക്ക് ഗെയിം കളിക്കണ സമയത്ത് നമുക്ക് ബൈപ്പാസ് ചാർജിങ്ങിലും ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ഫോണും കൂടെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്നാണ് എൻ്റെ ഒരു ഉത്തരം. രക്ഷയില്ലാത്ത ഒരു സാധനമാണ് ഇറങ്ങാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൂഗിളിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഗൂഗിളിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു 3D അവതാർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അതും വിത്ത് AI ഫങ്ഷനാലിറ്റി വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. എന്താണോ നമുക്ക് വേണ്ട അവതാർ അത് നമ്മൾ ജസ്റ്റ് കമാൻഡ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് അത് പ്രോംപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യുന്നതാണ്. എന്താ കാലഘട്ടത്തിൻ്റെ മാറുക. 2026 AI ഒരു അമിട്ട് കളിയാണ്. പിന്നെ കുറച്ചും കൂടെ സാഡ് ന്യൂസും കൂടെ വരാനുണ്ട്, അത് നിങ്ങൾ കേൾക്കാം. നത്തിങ്ങിൻ്റെ AI ഗ്ലാസ് 2027 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. മാർക്ക് ഗർമനാണ് ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. AI കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്ലാസ്സിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. വോയിസ് അസിസ്റ്റൻസ്, ഗൂഗിൾ മാപ്പ് മുതലായവ ഒക്കെ നമുക്ക് AI ഗ്ലാസ്സിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമായിട്ടാണ് നത്തിങ് AI ഗ്ലാസ് 2027 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റെൻഡർ ഞാൻ ഇതിലിടുന്നുണ്ട്, പോയിട്ട് കാണാം. ഗൂഗിളെ നമുക്കൊരു താക്കീത് തന്നിട്ടുണ്ട്. അതായത് താക്കീത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ അല്ല, ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ സിസ്റ്റം ഇറങ്ങാൻ പോകുന്നുണ്ട്. അതായത് അനായാസമായിട്ട് ഹൈ എൻഡ് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഇറങ്ങാൻ പോവുകയാണ്. അതായത് വലിയ ഹൈ ലെവൽ സെക്യൂരിറ്റി ഉള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പാസ്വേഡ്സിനെ തല്ലിക്കിടത്താൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. വലിയ ഹൈ എൻഡ് പാസ്വേഡ്, ഈവൻ ഗവൺമെൻറ് സെക്ടറിലുള്ള പാസ്വേഡുകളും ബാങ്ക് സെക്ടറിലുള്ള പാസ്വേഡ് വരെ തല്ലി തകർത്ത് പൊട്ടിക്കാൻ പറ്റിയ ഒരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റമായിട്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഇറങ്ങാൻ പോകുന്നത്. ഇത് ഗൂഗിളാണ് നമുക്ക് വാർണിംഗ് തരാണ്, നമുക്ക് ഒരു ഇൻഫോർമേഷൻ നമുക്ക് തരാണ്. നമുക്കൊരു ഹാൻഡ് ഹെൽഡ് ഗെയിമിലേക്ക് കടന്നാലോ. അയാനിയോ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. അവർ സ്വന്തമായിട്ട് ഒരു ഹാൻഡ് ഹെൽഡൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കമ്പനിയാണ്. നമുക്ക് വലിയ ഹൈ എൻഡ് ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കളിക്കാൻ പറ്റും. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് ഹെൽഡ് ഗെയിം അവരതിൻ്റെ പ്രൊഡക്ഷന് നിർത്താൻ പോവാണ്. കാരണം അന്വേഷിച്ചപ്പോൾ രമണ AI കാരണത്താൽ അല്ലെങ്കിൽ റാമിൻ്റെ വിലയും കൂട്ടുകയും ചെയ്തു. AI കാരണത്താൽ യവന്മാരും ഈ ഹാൻഡ് ഹെൽഡ് ഗെയിം ഡിസ്കണ്ടിന്യൂവും പ്രൊഡക്ഷനും സ്റ്റോപ്പ് ചെയ്യാൻ പോകണമെന്നാണ് പറയണത്. ടോട്ടലി ഡ്രാസ്റ്റിക് ഫോർ 2026. ഇതാണ് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ലാസ്റ്റത്തെ ഒരു അപ്ഡേറ്റും കൂടെ ഉണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഇത് 8ൻ്റെ പണിയാണ് നമ്മളെ വീട്ടിലേക്കും വലിയ ഓഫീസ് സെക്ടേഴ്സിനും വരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ഓക്കെ ഗൈസ്, ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടന്നാലോ. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് ഇറ്റ്സ് ആൻഡ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അത് ഞാൻ ലാസ്റ്റിലേക്ക് ഷെയർ ചെയ്യാം എന്ന് കരുതി. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടല്ലോ, നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ് CCTV, അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന CCTV ബാൻ ചെയ്യാൻ പോവാണ്. ചൈനീസ് ബ്രാൻഡ്സിൻ്റെ CCTV ക്യാമറാസ് ബാൻ ചെയ്യാൻ പോവാണ്. അതിൽ ഉൾപ്പെട്ട ഒരു കമ്പനിയാണ് മെയിൻലി പറയുന്നത് HK വിഷൻ, പിന്നെ ഇഫി എന്നൊക്കെ പറയുന്ന പോലത്തെ കമ്പനികളുണ്ട്. ഇഫി എന്ന് പറയുന്നത് ഒരു ആങ്കറിൻ്റെ ബേസ് കമ്പനിയാണ്. ആങ്കറിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് ഇഫി. അതടക്കം വരെ നമുക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ
പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അന്വേഷിച്ചപ്പോൾ യവന്മാർ ഇതിൽ പറയുന്നത് ഡാറ്റാബേസ് ചോർത്തണുണ്ട് എന്നാണ്. കുറേ ആൾക്കാർ ഇതിനോട് അനുകൂലിക്കുന്നുണ്ട്. കാരണം ചൈനയുടെ കമ്പനിയിൽ ഡാറ്റാബേസ് അങ്ങോട്ട് ചോരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു അഭിപ്രായത്തിനോട് വളരെ യോജിക്കാത്ത ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. കാരണം ഇത് എനിക്കറിയാലോ, ഇത് ഡാറ്റാബേസ് ചോർക്കാന്ന് പറയുന്നത് വൈഫൈയിൽ കൂടെയാണ് കണക്ട് ചെയ്യുക. വൈഫൈ റൗട്ടറിൽ കൂടെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളും റൗട്ടറിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അങ്ങനെ ആയിരിക്കണമല്ലോ ഈ CCTV ക്യാമറ വർക്ക് ചെയ്യുക. അപ്പോൾ യവന്മാർ കണ്ടെത്തിയ ഒരു തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IP അഡ്രസ്സ് നേരെ ചൈനയിൽ പോകുന്നുണ്ട്, അവർ ഡാറ്റാബേസ് ചോർത്തലുണ്ട് എന്നാണൊക്കെ പറയണത്. ഇതിൽ എത്ര സത്യം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഞാൻ അത്രയും ഹൈ ലെവൽക്ക് ചിന്തിക്കാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പം അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ CCTV ക്യാമറകൾക്കാണ് അവർ ഇന്ത്യൻ ഗവൺമെൻറ് CCTV സപ്പോർട്ട് ചെയ്യുന്നത്. വിൽക്കാനും ട്രൈ ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, ഈ UAE മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും അവർക്ക് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ത്യൻ കൊളാണ്ടർമാർക്ക്, ഇന്ത്യൻ ഗവൺമെൻറ് കൊളാണ്ടർമാർക്ക് അവർ ഡാറ്റാബേസ് ചോർക്കണുണ്ടല്ലോ, ചാരപ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർക്ക് അവരുടെ സ്വന്തം രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിഗൂഢ കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്ത് കളി? നിഗൂഢത കളിയാണ് നടക്കുന്നത്. ചില ആൾക്കാർ പല അഭിപ്രായം പറയുന്നുണ്ട്. ഇത് നിർത്തണം, ഇന്ത്യൻ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്തിട്ട് ചൈനീസ് ബ്രാൻഡിനെ നിർത്തണം എന്നാണൊക്കെ പറയണത്. എന്താ ഞാൻ പറയാൻ നിങ്ങളടുത്ത്? എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണിച്ചൂട്, അതാണ് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാണ്. ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലുള്ള HK വിഷന് എടുത്ത് ഒഴിവാക്കാനും പോകുന്നില്ല. അത് കേട് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇന്ത്യൻ ബ്രാൻഡിലേക്ക് മാറുള്ളൂ. ഇനി ഇന്ത്യൻ ബ്രാൻഡ് അത്ര നല്ല പ്രൈസിങ്ങും തരുകയും വേണം. HK വിഷൻ്റെ അതേ ക്വാളിറ്റിയും തരണം, അതേ പെർഫോമൻസും തരണം, അതേപോലെ തന്നെ ഹൈ ഡിമാൻഡുള്ള ഐറ്റം ആവുകയും വേണം. എന്നാൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള HK വിഷൻ തന്നെ നിലവിൽ ഞാൻ യൂസ് ചെയ്യണം എൻ്റെ വീട്ടിൽ. അതുതന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുള്ളൂ. ആ ഒരു അഭിപ്രായത്തിനോട് ഞാൻ 100% നീതി പുലർത്താൻ പോകണം. അതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും നിങ്ങളോട്. ഇന്ത്യൻ ഗവൺമെൻറ് നരേന്ദ്രമോദി വന്നതിന് ശേഷം എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, അബ്സല്യൂട്ട്ലി അബ്സേർഡ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റും ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.